ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ രൂക്ഷ വിമർശനവുമായി ദീപികയുടെ മുഖപ്രസംഗം. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനെതിരായ അതിക്രമമാണ് നടന്നതെന്നാണ് വിമർശനം. BJP ഭരണത്തിൽ ക്രൈസ്തവർക്കെതിരായ അതിക്രമവും പ്രധാനമന്ത്രിയുടെ മൗനവും പുതുമയല്ല. വർഗീയവാദികൾ അക്രമം നടത്തുമ്പോൾ പ്രധാനമന്ത്രി പള്ളിയിൽ പ്രാർത്ഥിക്കാനെത്തിയത് വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ കാണിക്കാനാകുമെന്നും ദീപികയിലെ മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു. സജു ദേവസിയുണ്ട്. സജു ദേവസിയെ, വെരി ഗുഡ് മോർണിംഗ്. കംപ്ലീറ്റ് ഔട്ട്റീച്ച് ഔട്ട് എന്നതാണോ ദീപികയുടെ മുഖപ്രസംഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്? വളരെ രൂക്ഷമായ ഭാഷയിലാണല്ലോ പ്രതികരണം. സജു, ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. സിറോ മലബാർ സഭയുടെ പ്രസിദ്ധീകരണമാണ് ദീപിക മുഖപ്രസംഗത്തിൽ തുറന്ന് സംഘപരിവാറിനെയും BJPയെയും പ്രധാനമന്ത്രിയെ അടക്കം പേരെടുത്ത് പറഞ്ഞ് കടുത്ത ഭാഷയിൽ അതിരൂക്ഷ വിമർശനമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. മുൻപ് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും കുറച്ചുകൂടി മയപ്പെട്ടതായിരുന്നു. പക്ഷേ കടുത്ത ഭാഷയിൽ തുറന്നടിച്ചാണ് ഈ വിമർശനങ്ങളെല്ലാം എന്നത് വളരെ ശ്രദ്ധേയമാണ്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യമെമ്പാടും ഈ ആഘോഷങ്ങൾക്കിടെ ക്രൈസ്തവരും ക്രൈസ്തവ സ്ഥാപനങ്ങളും വ്യാപകമായി ആക്രമിക്കപ്പെട്ടു. ഭരണഘടനയെ സംഘപരിവാർ നോക്കുകുത്തിയായി മതസ്വാതന്ത്ര്യത്തെ സമ്പൂർണമായും പരിഹസിക്കും വിധമാണ് പ്രവർത്തനങ്ങൾ ഉണ്ടായത്. രാജ്യ തലസ്ഥാനത്തടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ അതിക്രമത്തിന് ക്രൈസ്തവർ ഇരയായി. ഇക്കാര്യത്തിൽ നിയമപരമായ പോരാട്ടമാണ് വേണ്ടത്. BJP സർക്കാരുകൾക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയല്ല വേണ്ടതെന്ന് പറയുന്നു. പ്രധാനമന്ത്രിയെയും വിമർശിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ക്രിസ്മസ് ദിനത്തിൽ പള്ളിയിൽ പ്രാർത്ഥനകളിൽ പങ്കെടുത്തിരുന്നു. അത് രാജ്യത്തെ പൗരന്മാരെ കാണിക്കാനല്ല എന്നാണ് കരുതേണ്ടതെന്ന് ദീപിക പറയുന്നു. പകരം വിദേശ രാജ്യങ്ങളെ ഭരണാധികാരികളെ കാണിക്കാനാണെന്ന് ദീപിക പറയുന്നു. അതോടൊപ്പം അതിക്രമങ്ങളുടെ കണക്കുകളൊക്കെ നിരത്തുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ക്രിസ്മസ് ദിനം തന്നെ അവധി ദിനം എന്നത് ഒഴിവാക്കുന്ന സാഹചര്യം, അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം മതപരിവർത്തനം എന്ന ആരോപണമാണല്ലോ ഉന്നയിക്കുന്നത്. ശരിയല്ല. അതിന്റെ കണക്കുകളുമൊക്കെ നിരത്തിയാണ് ഈ മുഖപ്രസംഗത്തിൽ രൂക്ഷമായ വിമർശനം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. താങ്ക് യു. സജു ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. ദീപികയുടെ മുഖപ്രസംഗത്തിൽ രൂക്ഷമായ ഭാഷയിലാണ് എടുത്തു കുടഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇനിയിപ്പോ വലിയ കാര്യമൊന്നുമില്ല. കേക്കുമായിട്ട് പോയിട്ടൊന്നും പ്രത്യേകിച്ച് അവിടെ ഒന്നും സംഭവിക്കാനില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.